ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? അനുസരണം കൃപയുടെ വഴി. എങ്ങനെ നമുക്ക് നോക്കാം. അനുസരണം കൃപയുടെ വഴിയാണ്. അനുസരണയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആൾ ഈശോയുടെ കൃപയിൽ നിന്ന് തന്നെയാണ് ഒഴിഞ്ഞു മാറുന്നത്. നീ എതിർക്കാനും ആവലാതി പറയാനും കാരണം നിന്റെ സ്വാർത്ഥതകൾ നടക്കാതെ വരുന്നത് കൊണ്ടല്ലേ? ഈശോയെക്കുറിച്ച് നീ ചിന്തിക്കുക. ഈശോ എല്ലാം സൃഷ്ടിച്ച ദൈവമായിരുന്നിട്ടും മനുഷ്യരായ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ചു. അതിനാൽ ഈശോയുടെ എളിമയിൽ നിന്ന് പഠിച്ച് നീ നിന്റെ അഹങ്കാരത്തെ ഒഴിവാക്കാൻ ശ്രമിക്കണം. നീ നിന്റെ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും മുന്നോട്ട് പോയാൽ അനുസരണം നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. എളിമപ്പെടാൻ നിനക്ക് ധാരാളം ന്യായങ്ങളുണ്ടെന്ന് നീ ചിന്തിക്കുക. എത്രയോ പ്രാവശ്യമാണ് നിന്റെ പാപങ്ങൾ കരുണാനിധിയായ ഈശോ നിന്നോട് ക്ഷമിച്ചത്. അതിന് കാരണം നിന്റെ ആത്മാവ് യേശുവിൻ്റെ കൺമുമ്പിൽ വളരെ ശ്രേഷ്ഠത ഉള്ളതിനാലാണ്. എൻ്റെ ഈശോയെ, അങ്ങയുടെ കൃപാവരത്തിൽ നിലനിൽക്കാൻ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.